ഗുഡ് ഈവനിങ് മൈ ഡിയേഴ്സ്. ഇന്നത്തെ ഈ ഒരു ന്യൂ ഇയർ ഡേയിൽ നിങ്ങളുടെ ഈ വർഷത്തിലെ പ്രണയം, ആ ഒരു റിലേഷൻഷിപ്പ് അത് എങ്ങനെയായിരിക്കുമെന്നൊന്ന് നമുക്ക് നോക്കാം. ഒരു ലവ് ഒറക്കൽ കാർഡ് വഴിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 1 കാർഡ് സ്പ്രെഡാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. ഒറക്കൽ കാർഡിൽ, ലവ് ഒറക്കൽ കാർഡിൽ നമ്മളൊരു 1 കാർഡ് സ്പ്രെഡാണ് എടുക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പ്രണയം എങ്ങനെയായിരിക്കും എന്നുള്ളത്. വർത്ത് വെയിറ്റിംഗ് ഫോർ, ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. വളരെ നല്ല ഒരു ഏഞ്ചലിക് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ റിലേഷൻഷിപ്പിൽ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് വളരെ മൂല്യത്തോടു കൂടി നിങ്ങൾ ഒന്ന് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു പുതിയ പ്രണയബന്ധം തേടുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ പ്രണയബന്ധം നിങ്ങളിലേക്ക് വരുന്നതാണ്. നഷ്ടപ്രണയം വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ നഷ്ടപ്രണയവും നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നതാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട്, ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത്തരത്തിലുള്ള ടാരറ്റ് കാർഡ് റീഡിങ്, റിലേഷൻഷിപ്പിലും ലവ് റീഡിങ്ങും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പുമായി ബന്ധപ്പെടുക. പിന്നെ നിങ്ങളുടെ ലവ് ശക്തമാക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്കൊരു ലവ് മാഗ്നറ്റ് ആവാൻ വേണ്ടി നമ്മൾ ബ്രേസ്ലെറ്റുകളും പിരമിഡ്സും എല്ലാം തയ്യാറാക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി വെച്ച് ആവശ്യമുള്ളവർ നമ്മളുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ബ്രേസ്ലെറ്റുകളും പിരമിഡ്സോ ക്രിസ്റ്റൽസോ എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് അത് ഓർഡർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ ലോങ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കാണണമെങ്കിൽ നമ്മൾ വന്നിട്ട് അസ്ട്രോളജി, ന്യൂമറോളജി വഴി നമ്മൾ ആ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കി തരുന്നതാണ്. പിന്നെ എന്തെങ്കിലും പരിഹാരങ്ങൾ വേണമെങ്കിൽ പരിഹാരങ്ങളും നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ്. താങ്ക് യു ഓൾ.